പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ തിരുകുമാരനും ഞങ്ങളുടെ രക്ഷകനുമായി ശംസിഹാടി മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധരെ ഞങ്ങൾ ഇന്ന് അനുസ്മരിക്കുന്നു. അവരെ പോലെ ജീവിതത്തിനും മരണത്തിനും കർത്താവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ
തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷമാകുന്ന ഞങ്ങളുടെ ദീർഘമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നൽകുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. മിശിഹാസ് തന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെ മുൻപിൽ ഞാൻ എൻ്റെ മുട്ടുകൾ മടക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങളും പിതാവാൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്കനുസരിച്ച് അവിടുത്തെ ആത്മാവാൽ ആന്തരിക മനുഷ്യനെ ശക്തിയിൽ ഉയർപ്പിക്കാൻ അവിടുന്ന് നിങ്ങൾക്ക് വരം തരട്ടെ. വിശ്വാസം വഴി മിശിഹ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. സ്നേഹത്തിൽ വേരുപാകിയും അടിയുറപ്പിക്കപ്പെട്ടും സകല വിശുദ്ധരോടുമൊപ്പം മിശിഹയുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്തെന്ന് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന മിശിഹയുടെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കാനും
അങ്ങനെ ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ നിറയാനും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. പരിശുദ്ധനാകുന്ന രൂഹ വന്നണഞ്ഞിടുന്ന നേരം, പരിശുദ്ധനാകുന്ന രൂഹ വന്നണഞ്ഞിടുന്ന നേരം, ശക്തി ചൈതന്യങ്ങളേറും നവജനമായി നാം മാറും. ശക്തി ചൈതന്യങ്ങളേറും നവജനമായി നാം മാറും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ശംസിഹാടി പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ആ സമയത്ത് ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവനാരാണ്? ഈശോ ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മെസ്സിയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. വിശുദ്ധ കൊച്ചുത്രേസ്യ ചെറുമയുടെ ലിറ്റിൽ വേയുടെ മനോഹാരിത വെളിപ്പെടുത്തി തന്ന ഒരു വിശുദ്ധയാണ്. അതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാനും ചെറിയ മനോഭാവത്തിലൂടെ ചെറുമയിലൂടെ വലിമയിലേക്ക് കടന്നു വന്നവരാണ്. സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനെന്ന് യേശു ഇന്ന് നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു ശിശുവിൻ്റെ മനോഭാവം, എളിമയുടെ, നിഷ്കളങ്കതയുടെ, ട്രാൻസ്പെറൻസിയുടെയൊക്കെ മനോഭാവം ആർജിക്കുന്നവർക്കാണ് സ്വർഗരാജ്യം പ്രവേശിക്കുവാൻ സാധിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാന്റെ തിരുനാളിനൊരുക്കമായ നൊവേനയുടെ ഇന്നേ ദിവസം ഇന്ന് നമ്മൾ വിശുദ്ധ ഫ്രാൻസിസ് എളിമയുടെ ഉപാസകൻ എന്ന വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയിലും വിശുദ്ധ ഫ്രാൻസിസിലുമൊക്കെ വിളങ്ങിയിരുന്ന മനോഹരമായ പുണ്യമാണ് എളിമ എന്ന പുണ്യം. ഇത് നമുക്കുണ്ടോ? വിശുദ്ധ ഫ്രാൻസിസിലെ എളിമ നിറഞ്ഞു നിന്നിരുന്നു. വിശുദ്ധ ഫ്രാൻസിസിനോട് ഒരിക്കല് മസിയോ സഹോദരൻ ചോദിക്കുന്നുണ്ട്, വൈ ആഫ്റ്റർ യു, വൈ ആഫ്റ്റർ യു? എന്തുകൊണ്ടാണ് നിന്റെ പിന്നാലെ ഈ ജനം മുഴുവനും തിങ്ങിക്കൂടുന്നത്? നിനക്കാണെങ്കിൽ വലിയ സൗന്ദര്യമില്ല, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വലിയ തറവാടിത്തമില്ല, എങ്കിലും ആളുകൾ നിന്റെ പിന്നാലെ ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് മസയോ സഹോദരൻ ചോദിച്ചു. അപ്പോൾ ഫ്രാൻസിസ് പിതാവ് പറഞ്ഞു, ഞാൻ പാപികളിൽ വെച്ച് ഏറ്റവും വലിയ പാപിയാണ്. കാരണം എനിക്ക് ദൈവം തന്ന കൃപകൾ വേറൊരു വ്യക്തിക്ക് കൊടുത്തിരുന്നുവെങ്കിലും ആ വ്യക്തി എന്നേക്കാളും എത്രയോ ശ്രേഷ്ഠമായ വിശുദ്ധമായ ജീവിതം നയിച്ചേനെ.
മഹാവിശുദ്ധനായ രണ്ടാം ക്രിസ്തുവായ ഫ്രാൻസിസ് പിതാവാണ് ഇത് പറയുന്നത്. എനിക്ക് ദൈവം തന്ന കൃപകൾ കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നന്മ എന്നിൽ കാണുന്നത്. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. അതെ, ദൈവമാണ് എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അത് ദൈവമാണ് ചെയ്തത് എന്നുള്ള ഒരു മനോഭാവമാണ് ഫ്രാൻസിസിലുണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും വലിയ പാപിയാണ്, ദൈവം ഈ പാപിയായ എന്നിൽ അവിടുത്തെ കരുണയുടെ കൃപയുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ദൈവത്തിന് അതുകൊണ്ട് മഹത്വം നൽകുന്നു. ഈ ഒരു എളിമയുടെ മനോഭാവം ഫ്രാൻസിസിൽ കാണുന്നു. വിശുദ്ധ ഫ്രാൻസിസിനെ പലരും ഭ്രാന്തനെന്ന് മുദ്രയെ കുത്തി ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തു. അപ്പോൾ ഫ്രാൻസിസിന്റെ മനോഭാവം എന്തായിരുന്നു? അദ്ദേഹത്തിന് സന്തോഷമാണ്. അദ്ദേഹം തുള്ളിച്ചാടി, ഇനിയും ആളുകൾ വിളിക്കട്ടെ എന്നെ ഭ്രാന്തനെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് ഫ്രാൻസിസ് എടുത്തത്? ഭ്രാന്തനെന്ന് വിളിക്കുമ്പോൾ, നമ്മളെ ആരെങ്കിലും കളിയാക്കുമ്പോൾ, നമ്മളെ ആക്ഷേപിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? തീർന്നു. പിന്നെ അവർക്കെതിരെ എങ്ങനെയൊക്കെ പാരവയ്ക്കാമെന്നുള്ളതാണ് നമ്മുടെ ചിന്ത, അല്ലേ? ഫ്രാൻസിസ് എന്തുകൊണ്ട് താൻ ഭ്രാന്തനെന്ന് മുദ്ര കുത്തപ്പെട്ടപ്പോൾ ആർത്തു സന്തോഷിച്ചു? ഫ്രാൻസിസ് മനോഹരമായൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്, പരിപൂർണ സന്തോഷത്തിന്റെ പാഠം. യേശുക്രിസ്തുവിന്റെ കുരിശിലാണ് ആ പരിപൂർണമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് ഫ്രാൻസിസ് പഠിപ്പിച്ചു. ക്രിസ്തുവിന്റെ സുവിശേഷത്തില്, മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നു 5, 11, 12 വചനങ്ങളിൽ, എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ പീഡകൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ വ്യാജമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുമെന്ന് വചനം പറയുന്നു. ഈ വചനം അക്ഷരാർത്ഥത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് ജീവിച്ചു. അത് തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ ആക്ഷേപം ഉയർത്തിയപ്പോൾ, ഭ്രാന്തനെന്ന് വിളിച്ചപ്പോൾ ഫ്രാൻസിസ് ആർത്തുല്ലസിച്ചതിന് കാരണം എന്താണ്? യേശുവിൻ്റെ അതേ അനുഭവത്തിലൂടെ, അത്രമാത്രം തീവ്രമല്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ. അതുകൊണ്ട് യേശുവിനോട് താതാത്മ്യപ്പെടുവാനായിട്ട് ഈ ശകാരങ്ങൾ, ആക്ഷേപങ്ങൾ, ഭ്രാന്തൻ വിളികളൊക്കെ എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഈ ദുരനുഭവങ്ങൾ എന്നെ യേശുവിനോട് താതാത്മ്യപ്പെടാനായിട്ട്, യേശുവിനോട് അനുരൂപപ്പെടാനായിട്ട് എന്നെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിതിൽ സന്തോഷിക്കുന്നു. അങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുന്ന ആർക്കാണ്? സ്വയം പരിത്യജിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് പിന്നാലെ വരിക. സ്വയം ഞാനെന്ന ഭാവത്തെ പരിത്യജിച്ചവന് മാത്രമേ ഈ പീഡനങ്ങളുടെ മുന്നിൽ, ആക്ഷേപങ്ങളുടെ മുന്നിൽ സന്തോഷിക്കാനാവുകയുള്ളൂ. അല്ല എങ്കിൽ ഞാനെന്ന ഭാവമുള്ള നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാനാവില്ല. നമ്മൾ ആകെ വിഷണ്ണരാകും, എളിപ്യരാകും, ദുഃഖിതരാകും, നിരാശരാകും. അപ്പൊ നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ആക്ഷേപങ്ങളുടെ മുന്നിൽ സന്തോഷിക്കാനാവണമെങ്കിൽ ഞാൻ എന്ന ഭാവം, അഹം ഭാവത്തെ പരിത്യജിക്കേണ്ടിയിരിക്കുന്നു. അഹം മമഭാവത്തെ പരിത്യജിച്ച വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ കൊച്ചറേസ്യയും ഒക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. എളിമയുടെ, വിശുദ്ധിയുടെ ജീവിതം നയിക്കുക. ഞാനെന്ന ഭാവമില്ല എങ്കിൽ എന്നെ മറ്റുള്ളവർ ആക്ഷേപിച്ചാലും എനിക്ക് യാതൊരു വിഷമവും ഉണ്ടാകുകയില്ല, യാതൊരു വേദനയും തോന്നുകയില്ല. മറിച്ച് സന്തോഷമാണ് തോന്നുന്നത്. കാരണം യേശുവിൻ്റെ അതേ അനുഭവത്തിലൂടെ എനിക്കും പങ്കുചേരാനായിട്ട് ഒരു അവസരം ഇതാ കിട്ടിയിരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും വിശുദ്ധ കൊച്ചറേസ്യയുടെയും ഒക്കെ ഈ വിശുദ്ധമായ മാതൃക, എളിമയെന്ന ആ പുണ്യം അവർ അഭ്യസിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിനും അഭ്യസിക്കുവാനായിട്ട്, അങ്ങനെ യേശുവിൻ്റെ കുരിശിൻ്റെ പാതയിലൂടെ ഉത്ഥാനത്തിന് മഹിമയിലേക്ക് നമുക്കും കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ കുരിശുകളെയും സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട്, ആ കുരിശുകൾ, വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുവാനായിട്ട് ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിലും നമ്മളും ഈ വിശുദ്ധരുടെ പാതയിലൂടെയാണ്. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും വിശുദ്ധ കൊച്ചറേസ്യയുടെയും പ്രത്യേകമായ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കൊച്ചു ശിശുവിൻ്റെ മനോഭാവത്തിൽ ഞങ്ങളായിരിക്കുവാൻ, എളിമയുടെ, സ്നേഹത്തിൻ്റെ, നിസ്വാർത്ഥതയുടെ മനോഭാവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ കർത്താവെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഇന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥനയാക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളെ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകളനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയയുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതിമുണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിൻ്റെ സഹിഷ്ണുതയിലും സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ ബെസ്റ്റ്പിതാമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപൊലീത്തായെയും ഞങ്ങളുടെ ദുരധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപൊലീത്തായെയും സഭാധ്യക്ഷന്മാരെവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉദ്ധാനം പ്രതീക്ഷയായ മിശിഹായെ, നിന്റെ കുരിശടയാളത്തോടുകൂടി മനമേങ്ങളിനാകുമ്പോൾ നിന്റെ വലത്തു ഭാഗത്ത് അണിയിരിക്കുവാൻ ഞങ്ങളെ അർഹനാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധിതനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായെ അനുഗ്രഹിച്ച് വിശുദ്ധ ജീവിതം നയിച്ച അങ്ങയുടെ പ്രിയദാസരെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിനും മരണത്തിനും മിശിഹായ്ക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് വിശുദ്ധിയുടെ പരിമളം വരുത്തുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവപ്പിനായി തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യമദൃശ്യമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയാക്കുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശ്വാസങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ പരിശുദ്ധികാമൃതന്റെയും നീതിമാനായി മാറിയ യോസേഫിന്റെയും സ്മരണം വിശുദ്ധ ബലിപീഠങ്ങളുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
ദൈവജനമെല്ലാം ആമേനാമേനെന്നും ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകളുടെ ചൂടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്രീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരോടത്തെ സുദീർഘമായ ഉത്ഥാനം വഴി മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങൾ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികീസ്മാരും മിത്രാന്മാരുമേ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണാർത്ഥാക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. വിശ്വയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിൻ്റെ രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കൃപാനിന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവാദിയും അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൻ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ ഭയഭജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സൗഹൃദമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ.
മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോട് തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രാഹം ഇസഹാക്ക് യാക്കോബിന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാങ്ങിയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രവന്മാരും ശ്രാഭയന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, ദാവീദിന്റെ പുത്രൻ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങനെയുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് ഞങ്ങളുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട്
അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരുടെ ദുരസന്നതയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ദൈവീജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധി പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിസ്സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സമ്മേളനവും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സമ്മേളന പിതാവും തലവനുമായ മാർ ജോർജ് ശേഷമുദ്രാപുരത്തിക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുവിതാന്തരം മാർ ജോസ് മുദ്രാപുരത്തിക്ക് വേണ്ടിയും തോമസ് മുദ്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ഒന്നുകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി സമർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിനു വേണ്ടിയും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിയുക്തരായിരിക്കുന്നു അവർക്ക് ഏവർക്ക് വേണ്ടിയും ഞങ്ങളെ ഇന്നേ ദിവസം സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനങ്ങൾ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവാദിയുമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമൃതത്തിൻ്റെയും അങ്ങയുടെ ദുരസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം അങ്ങയുടെ വർണ്ണനയും സമൃദ്ധമാകൃപയാൻ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവാദയുമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വമിശിഹായി അയച്ചൊന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവും ദൈവമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകം അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമിശിഹായുടെ പീഡാനുഭൂതിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി അതിരുപുറം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുടീർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കഥാവാദിയുമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു.
പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തുവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിൽ നിസ്സൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പാപമോചനങ്ങളെയും സ്വന്തപുരതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടും അപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടും അവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയെതിരോടെ സമീപിക്കാം. എന്താവത്തിനുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. പിന്നതോളം കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപുറം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാര് വീഴുന്നവന് സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിനും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. പരിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവിന്റെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സുഗ്രഹത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. മനുഷ്യവർഗത്തിന് പ്രത്യാശമിസിഹ ഞങ്ങൾ ഭക്ഷിച്ച ദൃശ്യവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനങ്ങളുടെ ദുരിസന്ധിയെ സന്തുഷ്ടിക്കുന്ന നിദാനമാകട്ടെ. സർവ്വത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടമകളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരായപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി കൃതജ്ഞത സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, സ്വർഗവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി, സ്തുതിർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ കൃപാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സനത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സുലോകത്തിൻ മഹിമയ്ക്കാൻ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലും നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാ ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാൻ്റെ പ്രത്യേക മാധ്യസ്ഥയിലും സമർപ്പിച്ചുകൊണ്ട് നോവേനെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രസിദ്ധന്മാരായ അബിഗയിൽ, വിൻസൻ ചിരിയങ്കണ്ടത്തും, ജോവിനോ ജോസ് ഇവരെ സമർപ്പിച്ച് ഇവരുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പു കൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പാപലേശമേശിടാതെ നിൻ പാദമാശ്രയിച്ചിടുന്നിവ പാവന പ്രകാശധാരയിൽ ലീനരായിടേണമെന്നുമേ. സർവശക്തനായ ദൈവമേ, സ്നേഹപിതാവായ ദൈവമേ, ലൗകികതയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന സഭാതരവിന് നവചൈതന്യവും തീഷ്ണതയും പകർന്നു കൊടുക്കുവാൻ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ഒരു ഉപകരണമായി തിരഞ്ഞെടുത്താം. അങ്ങയുടെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി സ്തുതിക്കുന്നു. ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ യേശുവിനെ അനുഗമിച്ച് പഞ്ചക്ഷതധാരിയും രണ്ടാം ക്രിസ്തുവുമായി മാറിയ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ഞങ്ങളുടെ ജീവിതം ഒരു സജീവ ബലിയായി അങ്ങേ സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, വിദ്വേഷവും പകയും സ്വാർത്ഥതയും കൊണ്ട് കൊട്ടിയടക്കപ്പെട്ട ഹൃദയങ്ങളെ തുറക്കുവാൻ അങ്ങേ ദിവ്യ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കുകയും ലോകത്തിൻ്റെ വശ്യതകളിൽ മുഴുകാതെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നയിക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആത്മീയ അന്ധകാരം നിറഞ്ഞ ലോകത്തെ സുവിശേഷ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസിനെ നിയോഗിച്ച കർത്താവേ, ഈ വിശുദ്ധനെ പോലെ ജീവിക്കുന്ന സുവിശേഷങ്ങളാകുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധനായ മിശിഹായോടുള്ള ഭക്തിയാൽ കത്തിജ്വലിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസിന്റെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ നൽകി അനുഗ്രഹിച്ച കർത്താവേ, ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും അങ്ങയുടെ കുരിശിൻ്റെ ചൈതന്യത്തിൽ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേ തിരുമുറിവുകൾ കൊണ്ട് ധന്യമാക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കളെ അനുഗ്രഹിച്ച കർത്താവേ, ജീവിതത്തെ അനുഭവിച്ചതും അനുഭവിക്കുന്നതുമായ എല്ലാ നഷ്ടങ്ങളെയും മുറിവുകളെയും നന്ദിപൂർവ്വം സ്വീകരിക്കുവാനും അതൊരുക്കുന്ന ആളുകളെ ഹൃദയപൂർവ്വം അനുഗ്രഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രപഞ്ചത്തിൽ എന്തിലും എവിടെയും സൃഷ്ടാവിന്റെ കരസ്പർശം കാണുവാൻ വിശുദ്ധ ഫ്രാൻസിസിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും ജീവിത സാഹചര്യങ്ങളിലും ദൈവപരിപാലനയും മഹത്വവും കാണുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭാസ്നേഹിയായ വിശുദ്ധ ഫ്രാൻസിസിന്റെ മാതൃക അനുകരിച്ച് നമ്മുടെ സഭയെ നയിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോടും നമ്മുടെ സഭയുടെ തലവനും പിതാവുമേ മാർ ജോർജ് ശ്രേഷ്ഠ ത്രാപുരതയോടും അതിരുപതാന്തമാർ ജോസഫ് ത്രാപുരതയോടും ആത്മീയ ശുശ്രൂഷ നടത്തുന്നവരോടും സ്നേഹവും ബഹുമാനവും വിധേയത്വവും വലയ്ക്കുവാനും സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുചേരുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ശാന്തിയും സമാധാനവും നിലനിൽക്കുവാനും തിരുകുടുംബത്തിന് മാതൃകയെ ഞങ്ങളുടെ ബന്ധങ്ങളെ വിശദീകരിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേ സമാധാന ദൂതനായ വിശുദ്ധ ഫ്രാൻസിസിനെ ലോകത്തിൽ അയച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്തോഷവും സമാധാനവും സ്നേഹവും മറ്റുള്ളവർക്ക് പകരുവാൻ ശക്തിപ്പെടുത്തി അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് ശിശുയുടെ മധ്യസ്ഥയിൽ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, കനിയണമേ. മിശിഹായേ, കനിയണമേ. കർത്താവേ, ഞങ്ങളണയ്ക്കുന്നു
സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാ മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. അധ്വാനത്തിൻ മാതൃകയെ വിനയത്തിൻ ഗോപുരമേ. പുഞ്ചിരി തൂകും ദർപ്പണമേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സഹനത്തിൻ കൂരമ്പുകളെ ശിഷ്ടമതാക്കി തീർത്തവനെ. പൊൻകതിർ വീശും താരകമേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സാന്ത്വനമേകി നടന്നതിനാൽ സ്വന്ത സുഖങ്ങൾ മറന്നവനെ. വിണ്ണിലുയർന്നൊരു വെൺമലരെ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. ഞങ്ങളിൽ കനിയേണമേ. ഉയരണമേ പ്രാർത്ഥനയഖിലേശ. ഉയരണമേ സുരഭിലധൂപം പോൽ. സ്വർഗത്തിൽ നിൻ തിരുസന്നിധിയിൽ വെള്ളപ്പൂ പോലതു വിടരേണം. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സർവ്വ സൃഷ്ടികളിലും ദൈവമഹത്വം ദർശിക്കുവാനും ദൈവസ്തുതി ഗീതങ്ങൾ ഉയർത്തുവാനും വിശ്വസഹോദരത്തിൻ്റെ പ്രവാചകനായി മാറുവാനും അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ അങ്ങ് ഉപകരണമാക്കിയല്ലോ. യേശുവിൻ്റെ നാമത്തിലേവരെയും സ്വീകരിക്കുന്നതിനും ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവായ ദൈവമേ, സുവിശേഷാത്മക ജീവിതം അതിൻ്റെ പൂർണ്ണതയും ജീവിച്ച് വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ഞങ്ങളേവരും ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി വർത്തിച്ചുകൊണ്ട് അങ്ങേ സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ സമാധാനത്തിന് ഉപകരണങ്ങളായി വർത്തിയിരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും. ആമേൻ. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആശീർവാദം. ദിവ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യനാഥൻ അവിടുത്തെ മുഖം നിങ്ങൾക്ക് കാണിച്ചു തരികയും കൃപാലുവായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്നെ മുഖം നിങ്ങളുടെ നേരെ തിരിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മധ്യസ്ഥയും നിങ്ങളെവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ സമാധാനദൂതനായി നാഥ കനിവോടെന്നെ അയക്കേണമേ. അങ്ങേ സ്നേഹസുധാരസമൊഴുകും ഒരു കൊച്ചു ചാലായി ഞാൻ വളർന്നിടട്ടെ. വിദ്വേഷത്തിൽ സ്നേഹം വിതയ്ക്കാനും തിന്മ
ചെയ്യോർക്കെല്ലാം മാപ്പു നൽകിയിടാനും സംശയഗ്രസ്തരിൽ നേരെ നയിക്കാനും ദൂതുമായി എന്നെ അയക്കേണമേ, ദൂതുമായി എന്നെ അയക്കേണമേ. അങ്ങേ സമാധാന ദൂതനായി നാഥ കനിവോടെന്നെ അയക്കേണമേ. അങ്ങേ സ്നേഹസുധാരസമൊഴുകും ഒരു കൊച്ചു ചാലായി ഞാൻ വളർന്നിടട്ടെ.